എല്ലാവർക്കും സുവോളജിയുടെ അടുത്ത വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിൻ്റെ ടി എച്ച് മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ അദ്ദേഹത്തിൻ്റെ ജെനറ്റിക് സ്റ്റഡിക്ക് ഉപയോഗിച്ചു. അതെന്തുകൊണ്ടാണ് അതെല്ലാം ചെയ്തതെന്ന് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ തന്നെ ചെറുതും എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു ഭാഗമാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഈ ലിങ്കേജ് എന്താണെന്ന് നോക്കാം. ലിങ്കേജും റീകോമ്പിനേഷനും എന്താണെന്നൊന്ന് ഇത് നല്ലവണ്ണം ഒന്ന് മനസ്സിലാക്കണം. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ എ ക്രോമസോം. അതായത് ഒരു ക്രോമസോമിലെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ക്രോമസോം, ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ക്രോമസോമാണ്. ഈ നടുക്ക് വട്ടത്തിൽ കാണുന്നത് സെൻട്രോമിയർ ആണ്, ക്രോമസോം. അപ്പോൾ ഒരു ക്രോമസോമിലെ 2 അതിലധികമോ ആയിട്ടുള്ള ജീനുകളുടെ ഫിസിക്കലായിട്ടുള്ള അസോസിയേഷനെയാണ് എന്ത് പറയുന്നത്, ലിങ്കേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ 2 ജീനുകൾ കൂടുതൽ അടുക്കും തോറും ലിങ്കേജ് കൂടും, അകലും തോറും ലിങ്കേജ് കുറയും. അതായത് അടുത്തടുത്തിരിക്കുന്ന ജീനുകൾ തമ്മിലാണ് ലിങ്കേജ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ലിങ്കേജ് ഒരുപാടുള്ള ജീനുകൾ അടുത്ത തലമുറയിലേക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പോകാൻ സാധ്യത കുറവാണ്. അവ പോകില്ല, കാരണം അവ അടുത്തിരിക്കുന്നത് കൊണ്ട് അവ തമ്മിലൊരു ഫിസിക്കൽ അസോസിയേഷൻ ഉണ്ട്. അതിനെയാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. സോ ലിങ്കേജ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. നമ്മൾ മെൻഡലിൻ്റെ ലോ പഠിച്ചാണ്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. എന്താണെന്ന് പഠിച്ചത്? അതായത് ഗമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അലീലുകളിലെ ജീനുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേർതിരിഞ്ഞു പോകുന്നു. പക്ഷേ ലിങ്കേജ് ഉള്ള ജീനുകൾ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ലിങ്കേജ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ലിങ്കേജ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ എ ക്രോമസോം. ആ ലിങ്കേജിൻ്റെ പ്രത്യേകത എന്താ? ലിങ്കേജ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ലിങ്കേജ് എന്താണെന്നുള്ളത് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ പിക്ചർ നോക്കിയാൽ അറിയാം. അതായത് നോക്കിയേ, ഈ ഒരു ക്രോമസോമിനകത്ത് എ ആൻഡ് ബി, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്നും സ്മാൾ എ സ്മാൾ ബി എന്നും എഴുതിയിട്ടുണ്ട്. 2 ജീനുകളാണ്. അപ്പോൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും 2 ജീനാണ് ഈ ക്രോമസോമിലെ. അപ്പം ഈ 2 ജീനുകൾ അടുത്തടുത്താണ് കാണുന്നത്. അവ തമ്മിൽ ലിങ്കേജ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് കാണിക്കില്ല. പക്ഷെ താഴത്തെ നോക്കിക്കേ, ലൂസ്ലി ലിങ്ക്ഡ്, ഇത് ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. അടുത്തടുത്തിരിക്കുമ്പോൾ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. താഴെ നോക്കിക്കേ, ലൂസ്ലി ലിങ്ക്ഡ് ആണ്. എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ജീനുകളും ക്രോമസോമിൽ അകലെയാണ് ഇരിക്കുന്നത്. അവ ലിങ്കേജ് എന്ന് പറയുന്ന അവയിൽ വളരെ കുറവാണ്. അതിനെയാണ് നമ്മൾ ലൂസ്ലി ലിങ്കേജ് എന്ന് പറയുന്നത്. അവിടെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ചിലപ്പോൾ സാധിക്കും. അപ്പോൾ ഇതാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വാക്കാണ് ഇവിടെ പറയുന്നത്, റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. റീകോമ്പിനേഷൻ്റെ അർത്ഥം ഇതാണ്: ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പേരൻ്റൽ ജീൻ കോമ്പിനേഷൻ. അതായത് പേരൻസ്, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസ് തമ്മിലാണ് റീപ്രൊഡക്ഷൻ നടത്തി പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. അങ്ങനെ ഓർഗാനിസം ഉണ്ടാകുമ്പോൾ പേരൻ്റൽ കോമ്പിനേഷനിൽ നിന്നും വിഭിന്നമായിട്ടുള്ള പുതിയ ജനറേഷൻ ഉണ്ടാകുന്നു. അതാണ് റീകോമ്പിനേഷൻ. പുതിയൊരു തരം ജീവികൾ ഉണ്ടാകുന്നു. സോ റീകോമ്പിനേഷൻ ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പേരൻ്റൽ ജീൻ കോമ്പിനേഷൻസ് എന്ന് പറയും. സോ റീകോമ്പിനേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് ഓർ ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് വഴിയാണ് റീകോമ്പിനേഷൻ ഉണ്ടാകുന്നത്. നോക്കിയേ, ഇവിടുത്തെ ഈ റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കിയേ, ഇതൊരു ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. ഇത് 2 ഹോമോലോഗസ് ക്രോമസോമാണ്.
സെൽ ഡിവിഷൻ മിയോസിസ് നടക്കുന്ന സമയത്ത് അവ ആ ഒരേപോലത്തെ 2 ക്രോമസോം ഉണ്ടല്ലോ, ഒന്ന് പെറ്റേണൽ ഒന്ന് മെറ്റേണൽ. അപ്പോൾ ഇവ തമ്മിൽ എന്ത് നടക്കും? ക്രോസിങ് ഓവർ നടക്കും. ഇവയുടെ ഈ ക്രോമസോംസ്, ക്രൊമാറ്റിഡ്സ് ഇവ തൻ്റെ എക്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. എന്നിട്ട് ഇവ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വെച്ച് മുറിഞ്ഞ് ഇതിൻ്റെ ഈ ബ്ലൂ ഈ റെഡിലോട്ടും ഈ റെഡ് ഈ ബ്ലൂവിലോട്ടും എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ മാറി. ഇതിനെയാണ് റീകോമ്പിനൻ്റ് ക്രൊമാറ്റിഡ്സ്. അതായത് ഇത് റീകോമ്പിനൻ്റ് ക്രൊമാറ്റിഡ് ആണ്. ഇത് രണ്ടും നടുക്ക് രണ്ടും ഉള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിന് മാറ്റമൊന്നുമില്ല. അവ നോൺ റീകോമ്പിനൻ്റ് ക്രൊമാറ്റിഡ്സ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ലിങ്കേജും റീകോമ്പിനേഷനും എന്താണെന്ന് മാത്രം ഒന്ന് അറിയുക. സോ ലിങ്കേജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് 2 or more ജീൻസ് ഓൺ എ ക്രോമസോം. അതാണ്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീകോമ്പിനേഷൻ ഈസ് ദ ജനറേഷൻ ഓഫ് നോൺ പേരൻ്റൽ ജീൻ കോമ്പിനേഷൻസ്. ഇതാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ TH മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്ററിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൽസിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഈ റീകോമ്പിനേഷനും ലിങ്കേജും മനസ്സിലായത്. മോർഗൻ എന്ത് ചെയ്തെന്ന് നമുക്ക് നോക്കാം. മോർഗൻ ക്യാരിഡ് ഔട്ട് സെവറൽ ഡൈഹൈബ്രിഡ് ക്രോസസ് ഇൻ ഡ്രോസോഫില ടു സ്റ്റഡി സെക്സ് ലിങ്ക്ഡ് ജീൻസ്. ഈ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ജീനുകളെ പറ്റി മോർഗൻ എന്ത് ചെയ്തു? ഡൈഹൈബ്രിഡ് ക്രോസസ് ഒരുപാട് ഡ്രോസോഫിലയിൽ നടത്തി. അപ്പം ഇതിനകത്തെ 2 വാക്കുകൾ ഓർക്കണം. ഡൈഹൈബ്രിഡ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു ജീവിയിലെ 2 സ്വഭാവങ്ങളെ എടുത്ത് ക്രോസ് ചെയ്യുന്നതിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പം ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് മെൻഡൽ നടത്തിയത്. പിന്നെ എന്താ ചെയ്തത്? ടു സ്റ്റഡി സെക്സ് ലിങ്ക്ഡ് ജീൻസ്. സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സെക്സ് ക്രോമസോം വഴി പോകുന്ന അല്ലെങ്കിൽ സെക്സ് ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകളെയാണ് സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. നമ്മളിലെ ഒരു ഉദാഹരണം പറയാം. നമുക്കൊരു സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറുണ്ട്. നിങ്ങൾക്കറിയാം, പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെറിയ അവസ്ഥയാണെന്ത്? കഷണ്ടി. കുറച്ച് പ്രായമാകുമ്പോൾ മുടി ഇങ്ങനെ തലയിൽ നിന്ന് പോകുന്ന അവസ്ഥ. ഏതെങ്കിലും സ്ത്രീകൾക്ക് കഷണ്ടി ഉണ്ടോ? ഇല്ല. അതിൻ്റെ കാരണം ഇതൊരു സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിൽ വരുന്നതാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ മെയിൽ ക്രോമസോമായിട്ടുള്ള വൈ ക്രോമസോമിലാണ് കഷണ്ടിയുടെ ജീൻ കാണപ്പെടുന്നത്. ഒരിക്കലും വൈ ക്രോമസോം ഫീമെയിലിൽ വരില്ല. അതുകൊണ്ട് ഒരിക്കലും എന്തുണ്ടാകത്തില്ല? ഫീമെയിലിൽ കഷണ്ടി ഉണ്ടാകത്തില്ല. അപ്പം സെക്സ് ക്രോമസോമുകളിൽ മാത്രം കാണപ്പെടുന്ന, അതുവഴി മാത്രം തലമുറകളിൽ നിന്ന് തലമുറകളിലോട്ട് പോകുന്ന ആ ജീനുകളെയാണ് എന്ത് പറയുന്നത്? സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ മോർഗൻ ഡൈഹൈബ്രിഡ് ക്രോസുകൾ നടത്തി. എവിടെയാണ്? ഡ്രോസോഫിലയിൽ. അദ്ദേഹം 2 തരം ക്രോസുകൾ നടത്തി. ക്രോസ് 1 അല്ലെങ്കിൽ ക്രോസ് എ എന്നും പറയാം, ക്രോസ് 1 എന്നും പറയാം, പിന്നെ ക്രോസ് 2. അങ്ങനെ 2 ക്രോസുകൾ നടത്തി. ആദ്യത്തെ ക്രോസ് 1-ൽ അദ്ദേഹം ഒരു മെയിലിനെയും ഫീമെയിലിനെയും എടുത്തു. ആ മെയിലിനെയും ഫീമെയിലിനെയും എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ, ഫീമെയിൽ എങ്ങനെയായിരുന്നു നോക്കാം. യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ. അതിൻ്റെ ശരീരം മഞ്ഞ കളറായിരുന്നു, അതിൻ്റെ കണ്ണുകൾക്ക് വെള്ള നിറമായിരുന്നു. അങ്ങനെ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ആയിട്ടുള്ള ഫീമെയിലിനെ എടുത്തു. ഇവിടെ മോർഗൻ നമ്മുടെ മെൻഡലിനെ പോലെ അല്ല അതിനെ അക്ഷരങ്ങൾ കൊടുത്ത് കാണിച്ചത്. അദ്ദേഹം ആ ഫീമെയിലിന്, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലിനെ കാണിച്ച എങ്ങനെയാണെന്നറിയാവോ? സ്മാൾ വൈ സ്മാൾ ഡബ്ല്യു. ഇനി അതിനെ ഏതുമായിട്ട് ക്രോസ് ചെയ്യുന്നതെന്നറിയാവോ? മെയിൽ ഏതാണ്? ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലുമായിട്ടാണ് ക്രോസ് ചെയ്തത്. അതിനെ വൈൽഡ് ടൈപ്പ് എന്ന് അദ്ദേഹം വിളിച്ചു. അതിന് അദ്ദേഹം അതിൻ്റെ ഇൻഡിക്കേഷൻസ് കൊടുത്തത് Y+,
W+W+ എന്നാണ് അദ്ദേഹം ഇൻഡിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ഒന്നാമത്തെ ക്രോസ് അതാണ്. ഏതാണ്? യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽസ്. ഒന്നാമത്തെ ക്രോസ് അത്. രണ്ടാമത്തെ ക്രോസ് അദ്ദേഹം ചെയ്തത് വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ്. കണ്ണുകൾ വെള്ളയാണ്. മിനിയേച്ചർ വിങ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറക് ചെറുതാണ്. അതിനെ അദ്ദേഹം WWMM എന്ന് കാണിച്ചു. അതിനെ ക്രോസ് ചെയ്ത് ഏതുമായിട്ടാണ്? റെഡ് ഐഡ് ലാർജ് വിങ്ഡ് ആയിട്ടുള്ള ഡ്രോസോഫില. അതിനെ വൈൽഡ് ടൈപ്പ് എന്ന് അതിനെയും വിളിച്ചു. അതിനെ കാണിച്ചത് എങ്ങനെയാണ്? W+W+M+M+ എന്നാണ് അദ്ദേഹം കാണിച്ചത്. അപ്പം 2 തരം ക്രോസുകൾ അദ്ദേഹം നടത്തി. ആര്? മോർഗൻ. ഒന്നാമത്തെ ക്രോസിൽ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽസ്. രണ്ടാമത്തതിൽ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ആൻഡ് ഏതാണ്? റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയിൽസുമായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ക്രോസ് നടത്തി. അപ്പോൾ നമുക്ക് ഈ അദ്ദേഹത്തിന് കിട്ടിയ ക്രോസുകൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. അദ്ദേഹം ഈ 2 ക്രോസ് നടത്തിയപ്പോഴും അദ്ദേഹത്തിന് F1 ജനറേഷൻ എന്ന് പറയുന്നത് മെൻഡൽ നടത്തിയപ്പോൾ കിട്ടിയ അതേപോലെ തന്നെ കിട്ടി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിലെ പിക്ചർ തന്നെയാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ക്രോസ് എ ക്രോസ് ബി അല്ലെങ്കിൽ ക്രോസ് 1 ക്രോസ് 2 എന്ന് പറഞ്ഞാണ് ഇവിടെ ക്രോസ് എ ക്രോസ് ബി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 2 ക്രോസും എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മേജർ ഫൈൻഡിങ്സ് ഓഫ് മോർഗൻസ് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ആദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്രോസ് 1 അതാണ് ക്രോസ് എ എന്ന് പറയുന്നത്. അപ്പോൾ പേരൻ്റ് ഏതായിരുന്നു? ക്രോസ് എയുടെ പേരൻ്റ് എന്തായിരുന്നു? യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ആയിട്ടുള്ള ഫീമെയിൽ, പിന്നെയോ ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ആയിട്ടുള്ള മെയിൽ. ഇതാണ് ആദ്യം എടുത്തത്. ഇതിനെ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് F1 ജനറേഷൻ കിട്ടിയത് ഇതുപോലെയായിരുന്നു. മെൻഡൽ ചെയ്തതുപോലെ മെൻഡലിന് കിട്ടിയ അതേപോലെയാണ് കിട്ടിയത്. 3:1 ജനറേഷൻ തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം ഈ F1 ജനറേഷനെ അവകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ നടത്തിയപ്പോൾ ആണ് നമുക്ക് നേരത്തെ മെൻഡലിന് കിട്ടിയത് എത്രയായിരുന്നു? F2 ജനറേഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1. പക്ഷേ ഇവിടെ പാടേ തെറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ എന്ത് കിട്ടിയത്? പുതിയ ജനറേഷൻ കിട്ടിയത്. അതായത് F2 ജനറേഷനിലെ മൊത്തം ഉണ്ടായിരുന്നു, അപ്പോൾ 100 കുട്ടികൾ ഉണ്ടായിരുന്നു, 100 ഫ്ലൈസ് ഉണ്ടായെന്ന് വെച്ചു. ആ 100 ഫ്ലൈസ് ഉണ്ടായതിൽ 98.7% പേരൻ്റൽ ടൈപ്പ് ആയിരുന്നു. ബാക്കി 1.3% റീകോമ്പിനൻ്റ് ആയിരുന്നു. പേരൻസിൽ നിന്ന് ഒരുപാട് വ്യത്യാസം കാണിക്കുന്നവ ആയിരുന്നു. അപ്പോൾ പേരൻസിൽ നിന്ന് ഒരുപാട് വ്യത്യാസം കാണിക്കുന്നവയായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പോൾ മെൻഡലിൻ്റെ ആ ഒരു റിസൾട്ട് ഇവിടെ കിട്ടിയില്ല. സോ പേരൻ്റൽ ടൈപ്സ് എന്ന് പറയുന്നത് 4 തരം പേരൻ്റൽ ടൈപ്സാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ആ ഒരു F2-വിൽ കിട്ടിയത്. ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്? നോക്കിക്കൂ നിങ്ങൾ. ഈ വൈയും Y+ഉം Wയും W+ഉം നമുക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി നിങ്ങൾ പുസ്തകം നോക്കി നിങ്ങൾ പഠിക്കണം. അത് എങ്ങനെയൊക്കെയാണ് കിട്ടിയത്? ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ കിട്ടി, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ കിട്ടി, ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിൽ കിട്ടി. അതുപോലെ തന്നെ ഏതാണ്? യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ എന്ത് വന്നത്? പുതിയ ജനറേഷൻ അവിടെ ഉണ്ടായത്. പുതിയ ജനറേഷനിൽ അത് പേരൻ്റൽ ടൈപ്സ് ആയിരുന്നു. പേരൻറ്റിൻ്റെ അതേ സ്വഭാവങ്ങളുള്ളതായിരുന്നു. 98.7%. ഇനി രണ്ടാമത് അദ്ദേഹത്തിന് കിട്ടിയ രണ്ടാമതെന്നല്ല, ആ ക്രോസിൽ തന്നെ
റീകോമ്പിനൻ്റ് ആയിട്ട് ടൈപ്സ് എന്ന് കിട്ടിയത് 1.3% ആയിരുന്നു. 1.3% എങ്ങനെ ഏതൊക്കെ കിട്ടി? ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിലിനെ കിട്ടി, യെല്ലോ ബോഡീഡ് റെഡ് ഐഡ് മെയിലിനെ കിട്ടി, ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലിനെ കിട്ടി, യെല്ലോ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിലിനെ. ഇത്രയുമാണ് ഇവിടെ വന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇത് നിങ്ങൾ നല്ലവണ്ണം ആ പുസ്തകം വായിക്കണം. ഇത് കേട്ടിട്ട് നിങ്ങൾ പുസ്തകം നല്ലവണ്ണം ഒന്ന് വായിക്കണം. ഇനി രണ്ടാമത്തെ ക്രോസ് നോക്കിയേ. രണ്ടാമത്തെ ക്രോസ് എങ്ങനെയുള്ള ക്രോസ് ആയിരുന്നു? ആ ക്രോസ് എന്ന് പറയുന്നത് വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ആയിട്ടുള്ള ഫീമെയിലും റെഡ് ഐഡ് ലാർജ് വിങ്ഡ് ആയിട്ടുള്ള മെയിലിനെയും തമ്മിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ക്രോസ് ചെയ്തത്. അങ്ങനെ ക്രോസ് ചെയ്തപ്പോഴും ആ ഫസ്റ്റ് F1 ജനറേഷൻ എന്ന് പറയുന്നത് മെൻഡലിൻ്റെ അതേ തരത്തിൽ തന്നെ കിട്ടി. പക്ഷെ അവിടെ രണ്ടാമത് F2 ജനറേഷൻ വന്നപ്പോൾ അത് നേരത്തെ ഉള്ള ക്രോസ് 1-ലേതുപോലെയല്ല, കുറച്ചുകൂടി മെൻഡലിൻ്റെ റിസൾട്ടിന് അടുത്ത് വരെ കിട്ടി. അതായത് പേരൻ്റൽ ടൈപ്പ് എന്ന് പറയുന്നത് 62.8%, റീകോമ്പിനൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത് 37.2% അദ്ദേഹത്തിന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പേരൻ്റൽ ടൈപ്പ് 62%, 8% ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് കിട്ടിയത് നോക്കി? ഏതൊക്കെയാണ് കിട്ടിയെന്ന്? റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയില്, പിന്നെയോ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് മെയില്, പിന്നെയോ റെഡ് ഐഡ് ലാർജ് വിങ്ഡ് ഫീമെയില്, അതുപോലെ തന്നെയോ ഏതാണ് വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽ. ഇത്രയുമാണ് 62.8% രണ്ടാമത്തെ ക്രോസിൽ പേരൻ്റൽ ടൈപ്പിൽ കിട്ടിയത്. ഇനി ആ രണ്ടാമത്തെ ക്രോസിൽ കിട്ടിയ റീകോമ്പിനൻ്റ് ടൈപ്പ് എത്ര ഉണ്ടായിരുന്നു? 37. രണ്ടാമത് കിട്ടിയത് എത്രയായിരുന്നു? 37.2% ആണ് കിട്ടിയത്. ഈ 32.2%-ൽ ഏതൊക്കെ ടൈപ്പാണ് അദ്ദേഹം റീകോമ്പിനൻ്റ് ആണ്, പുതിയതാണ് കിട്ടിയത്, പുത്തനാണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കിട്ടിയെന്ന് നോക്കിക്കേ. റെഡ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് മെയില്, പിന്നെയോ വൈറ്റ് ഐഡ് ലാർജ് വിങ്ഡ് മെയില്, പിന്നെയോ റെഡ് ഐഡ്, അതിൻ്റെ മൂന്നാമത്തേതാണ് ഞാനീ പറയുന്നത്, റെഡ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയില്, പിന്നെയോ വൈറ്റ് ഐഡ് ലാർജ് വിങ്ഡ് ഫീമെയിൽ. അങ്ങനെ 37.2% റീകോമ്പിനൻ്റ് ടൈപ്സും കിട്ടി. ഈ രണ്ട് എക്സ്പെരിമെൻറ്റുകളിൽ നിന്നും മോർഗൻ കുറേ ഫൈൻഡിങ്സ് കിട്ടി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? The two genes did not segregate independently and the F2 ratio deviated from 9:3:3:1 ratio. The two genes അടുത്തടുത്തിരുന്ന ജീനുകളാണ്. നോക്കിക്കേ, ഈ ഫസ്റ്റ് ക്രോസിൻ്റെ പ്രത്യേകത എന്താ? ഈ ജീനുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്, അതായത് ലിങ്ക്ഡ് ജീനുകളാണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ക്രോസ് എയിൽ ഈ ജീനുകൾ തമ്മിൽ ബോഡി കളറിൻ്റെയും ബോഡി കളറിൻ്റെയും ഐയുടെ കളറിൻ്റെയും ആ ജീനുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്, അതായത് ലിങ്കേജ് കൂടുതലാണ്. പക്ഷെ ക്രോസ് ബിയിൽ നോക്കിയേ, ഈ രണ്ട് ജീനുകളും അകലെയാണിരിക്കുന്നത്, അവ തമ്മിൽ ലിങ്കേജ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ റീകോമ്പിനൻ്റ് ടൈപ്പ് 37% വന്നത്. ദേ നോക്കിയ ലിങ്കേജ് കൂടുതലുള്ള ഒന്നാമത്തെ ആ ക്രോസിൽ എന്ത് കിട്ടിയില്ല? റീകോമ്പിനൻ്റ് ടൈപ്പ് കൂടുതൽ കിട്ടിയില്ല. അവിടെ 1.3% മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് the two genes did not segregate independently and the F2 ratio deviated from the 9:3:3:1 ratio.
പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ജീൻസ് വെയർ ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. പ്രധാനമായിട്ടും ജീൻസ് ഇവിടെ കണ്ടത്, ഇവിടെ ഈ ജീവിയിൽ ഈ ജീൻസ് സ്വഭാവത്തിൻ്റെ ജീൻസ് കണ്ടത് എക്സ് ക്രോമസോമിലായിരുന്നു. പിന്നെയോ when two genes were situated on same chromosome, proportion of parental gene combination was much higher than the non-parental type. This is due to linkage. This is due to linkage. So when two genes were situated on same chromosome, അതായത് രണ്ട് ക്രോമസോമുകളും, രണ്ട് സ്വഭാവത്തിൻ്റെ രണ്ട് ക്രോമസോമുകളും ഒരേ ജീനുകളും ഒരേ ക്രോമസോമിലാണ് കാണുന്നതെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് പേരൻ്റൽ ജീൻ കോമ്പിനേഷൻ വാസ് മച്ച് ഹയർ. അതായത് പേരൻ്റൽ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ടുണ്ടാകുന്നത് കൂടുതലായിരിക്കും ഏതിനേക്കാൾ? ദ നോൺ പേരൻ്റൽ ടൈപ്പ്. അതെന്തുകൊണ്ടാണ്? ലിങ്കേജ് കൊണ്ടാണ്. അപ്പോൾ ലിങ്കേജ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ physical association between two adjacent genes in a chromosome. ഒരു ക്രോമസോമിലെ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷനെ, അറ്റാച്ച്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ലിങ്കേജ് എന്ന് പറയുന്നത്. അതുമൂലമാണ് എന്തുണ്ടാകുന്നത്? റീകോമ്പിനേഷൻ, ക്രോസിങ് ഓവർ ഉണ്ടാകുന്നത്, അവിടെ റീകോമ്പിനേഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇതാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം, നല്ലപോലെ പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് ക്ലിയറായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് സംശയം വരാൻ ഒരുപാടുണ്ട്. കാരണം നമ്മളിവിടെ ഈ ജീവികളുടെ ക്യാരക്ടേഴ്സ് ക്രോസിലെടുത്തത് പറഞ്ഞു. യെല്ലോ ബോഡീഡ്, വൈറ്റ് ഐഡ് ഫീമെയിൽ, ബ്രൗൺ ബോഡീഡ്, റെഡ് ഐഡ് മെയിൽസ് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ അതുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അത് നോക്കണം. അതായത് എങ്ങനെയാണെന്നറിയാവോ? YYWW മെയിൽസിന് കൊടുത്തേക്കുന്നത് Y+Y+W+W+. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സംശയം ഉണ്ടാകാം, പലർക്കും ഉണ്ടാകാം. അതുകൊണ്ടാണ് ടെക്സ്റ്റ് നല്ലവണ്ണം നോക്കി ഞാൻ ഈ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് കേട്ടിട്ട് വേണം നല്ലവണ്ണം പഠിക്കുന്നത്. ഇതാണ് ലിങ്കേജ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മെൻ്റൽ പറഞ്ഞ അടുത്ത ക്യാരക്ടറിലോട്ട് പോകാം. നമ്മൾ 3 കാര്യം പറഞ്ഞു, ഇനി അടുത്തതിലോട്ട് പോകാം. ജീൻസ് ഓഫ് വൈറ്റ് ഐ ആൻഡ് യെല്ലോ ബോഡി വെയർ വെരി ടൈറ്റ്ലി ലിങ്ക്ഡ് ആൻഡ് ഷോഡ് ഓൺലി 1.3% റീകോമ്പിനേഷൻ. ഗ്രൂപ്പ് ക്രോസ് എയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ വൈറ്റ് ഐയുടെയും യെല്ലോ ബോഡിയും ഉണ്ടാക്കേണ്ട ജീനുകൾ തമ്മിൽ ഹൈലി ടൈറ്റിലാണ്, വെരി ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. ആൻഡ് ഷോഡ് ഓൺലി 1.3% റീകോം. അതുകൊണ്ടാണ് അവിടെ റീകോമ്പിനേഷൻ വളരെ കുറഞ്ഞു പോയത്, 1.3% ആണ്. രണ്ടാമത്തെ ക്രോസിൽ, അതായത് ക്രോസ് ബിയിൽ വൈറ്റ് ഐ ഉണ്ടാക്കുന്നതും മിനിയേച്ചർ വിങ് ഉണ്ടാക്കുന്നതുമായ ജീനുകൾ എന്താണ്? ലൂസ്ലി ലിങ്ക്ഡ്, അകലത്തിലാണ് കാണുന്നത്. അങ്ങനെ അകലത്തിൽ കാണുന്നത് കൊണ്ട് അവ എന്ത് കാണിച്ചു? 37.2% റീകോമ്പിനേഷൻ കാണിച്ചു. സോ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ and loosely linked genes show high recombination. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസിൽ എന്തുണ്ടായില്ല? റീകോമ്പിനേഷൻ അധികം ഉണ്ടായില്ല. കാരണം ആ ജീനുകൾ തമ്മിൽ വിട്ടുപോയില്ല. കാരണം അടുത്തടുത്തിരിക്കുന്ന ജീനുകൾ തമ്മിൽ എന്തു വന്നു? ഒരു ഫിസിക്കൽ അട്രാക്ഷൻ വന്നു. അവ ക്രോസ് ഓവർ നടന്നപ്പോഴൊന്നും അവ അവിടുന്ന് വിട്ടുപോയില്ല, രണ്ടും രണ്ടായിട്ട് മാറിയില്ല. അതുകൊണ്ടാണ് അവിടെ ഒന്നാമത്തെ ക്രോസിൽ എന്ത്? റീകോമ്പിനൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കുറഞ്ഞു പോയത്. ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ഹൈ റീകോമ്പിനേഷൻ. ലൂസിലായിട്ടുള്ളതിൽ പക്ഷേ എന്ത് സംഭവിച്ചു? ഹൈ റീകോമ്പിനേഷൻ കൂടുതലായിരുന്നു. നോക്കി, രണ്ടാമത്തെ ആ ക്രോസിൽ റീകോമ്പിനൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എത്ര വന്നു? 37.2% വന്നു. ഓക്കെ, അത്രയുമാണ് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവറിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു കാര്യം, ആൽഫ്രഡ് സ്റ്റുട്വൺ എന്ന് പറയുന്ന യൂസ് ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ജീൻ പെയേഴ്സ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് മാപ്ഡ് ദെയർ പൊസിഷൻ ഓൺ ദ ക്രോമസോം. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളായിരുന്നു ടി.എച്ച്. മോർഗൻ്റെ ആൽഫ്രഡ് സ്റ്റുട്വൺ.
അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഒരു ക്രോമസോമിനകത്ത് ജീനുകൾ ഇരിക്കുന്ന ഡിസ്റ്റൻസ് മാപ്പ് ചെയ്തു. ക്രോമസോമിനകത്തെ ആ ജീനുകളുടെ ഡിസ്റ്റൻസ് മാപ്പ് ചെയ്തു. അതാണ് പറഞ്ഞത്, ഹി യൂസ്ഡ് ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ജീൻ പെയേഴ്സ് ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് മാപ്ഡ് ദെയർ പൊസിഷൻ ഓൺ ദി ക്രോമസോം. ഓക്കെ, ആൻഡ് ജെനറ്റിക് മാപ്സ് are used as a starting point in the sequencing of genome. അവിടെ നിന്നാണ് ജെനറ്റിക് മാപ്സ്, ജീനോം സീക്വൻസ് ചെയ്യാൻ ജെനറ്റിക് മാപ്പ് ഉപയോഗിച്ചത്. നമ്മളിനിയും മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന കാര്യം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ഉപയോഗിച്ച ഈ മാപ്പിംഗ്, ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽഫ്രഡ് സ്റ്റുട്ട്മൻറ്റ്. അദ്ദേഹമാണ് ഈ ഒരു ക്രോമസോമിനകത്ത് കാണപ്പെടുന്ന ജീനുകളുടെ അകലം മെഷർ ചെയ്ത് മാപ്പ് ചെയ്തത്. അതിനെയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെനറ്റിക് മാപ്പിംഗ് എന്ന് പറയുന്നത്. ആ ജെനറ്റിക് മാപ്പിംഗ് ജീനോം സീക്വൻസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചു. ഉദാഹരണമാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ എന്ന ഭാഗത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ ഈ ഭാഗമെന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു കാര്യം, അല്പം പ്രയാസം പലർക്കും തോന്നുന്നതാണ്. പക്ഷേ നല്ലവണ്ണം ആലോചിച്ച് നോക്കി പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ടെക്സ്റ്റ് നല്ലവണ്ണം വായിക്കണം, വായിച്ചിട്ട് വേണം ഇത് പഠിക്കാൻ. ഇതിൻ്റെ ഒരു സെൽഫ് നോട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം.